الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة نحمده ونصلي ونسلم على رسوله الكريم إن نريد إلا الإصلاح ما استطعتم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج إلى آخر الآية صدق الله العظيم. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധിനാഥനുമായ പടച്ച റബ്ബ് ഈ സമയത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ, ഈ ഭവനത്തിൻ്റെ, ഈ മാസത്തിൻ്റെ എല്ലാം ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളെയും അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. ആമീൻ. നല്ലതുപോലെ പറയും. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ഹജ്ജിനായി നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം യാത്ര തിരിച്ചിരിക്കുന്നവർക്ക്, യാത്ര തിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾക്കും ഏറ്റവും സമ്പൂർണമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിനോ ഉംറയ്ക്കോ ആയി കൊതിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അതിനെ എത്രയും പെട്ടെന്ന് പുൽകാനുള്ള മഹാഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞാൻ ഓതി വെച്ചത്. സൂറത്തുൽ ബഖറയിലെയാണ് ആയത്ത്. നമുക്കറിയാം, നാനാഭാഗത്തു നിന്ന്, ലോകത്തിന്റെ ഭാഗത്തു നിന്ന് വർണ്ണവിവേചനമില്ലാതെ അവരെല്ലാം ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ കരുതി പല രാജ്യങ്ങളിൽ നിന്നായി, പല നാടുകളിൽ നിന്നായി, പല സംസ്കാരമുള്ളവരായി അവരെല്ലാം ഒത്തുചേരുന്നത് നാം ഫോണിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും എല്ലാം നോക്കി കാണുകയാണ്. ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ ഒരു പാർട്ടിക്കോ ഒന്നും ഒത്തുചേർക്കാൻ പറ്റാത്ത അത്രയും ആളുകൾ അവിടെ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുചേരുകയാണ്. അവിടെ വേറെ വർത്തമാനമൊന്നുമില്ല. ഏകനായ അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് അവിടെ കൂടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലെ ആഗ്രഹം. അവർക്ക് മറ്റ് വേഷങ്ങളൊന്നും അള്ളാഹു പ്രത്യേകമായി പറയുന്നില്ല. അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റി പ്രത്യേകമായി അള്ളാഹു അവരോട് പറയുകയാണ്, ഒരു വെള്ളത്തുണി നിങ്ങൾ കൊടുക്കാൻ, മറ്റൊരു വെള്ളത്തുണി പുതയ്ക്കാൻ. എല്ലാവരും അതുപോലെ, പുരുഷന്മാരെല്ലാവരും അതുപോലെ അവിടെ അണിചേരും. സ്ത്രീകളാണെങ്കിൽ എല്ലാ ഭാഗവും, ഔറത്തുൾപ്പെടെ എല്ലാ ഭാഗവും മറഞ്ഞു നിൽക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം. മുഖം മറക്കരുത് എന്ന് നിബന്ധനയുണ്ട്. അപ്പോ അവിടെയുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ എല്ലാം ലക്ഷ്യം, ഇനി നാമാണ് പോകുന്നതെങ്കിൽ നമുക്കും അതിൽ പങ്കുചേരാൻ അള്ളാഹു വിദൂരമാക്കാത്ത നിലയിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അവിടേക്ക് പോകുന്നവരുടെ എല്ലാം ആഗ്രഹം പടച്ചറപ്പിന്റെ പ്രീതി മാത്രമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്. ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞു. ഹാജിമാരായവരെല്ലാം യാത്ര തിരിച്ചു, അവിടെ എത്തിയിട്ടുമുണ്ട്. ഇന്നലെയും ഒരു സഹോദരൻ മെസ്സേജ് വിട്ടു, കഅബ ഷരീഫിന്റെ മുന്നിലാണുള്ളത്, നിങ്ങൾക്ക് വേണ്ടി
നമ്മുടെ തൊട്ട അയൽവാസി തന്നെയായ ഹാമിദ് മൗലവിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയിലെ ആദ്യത്തെ ഭവനത്തിന്റെ മുന്നിൽ പോയി ഇരിക്കുക, അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അതിനായി നാം നിരന്തരം പരിശ്രമിക്കുക. ആത്മീയമായ നിലയിലും ഭൗതികമായ നിലയിലും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ബാധ്യത ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം, അവന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടുന്നത്, അങ്ങനെ ഇനി ഒരുമിച്ച് കൂടാനായി യാത്ര തിരിക്കാനായി ഇരിക്കുന്നവരൊക്കെ അള്ളാഹു അവരോടെല്ലാമായി കുറച്ച് കാര്യങ്ങള് നിലപാടായി ഖുർആനിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിലേക്ക് എന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടുവരുന്ന ഹാജിമാർ അവര് സ്വീകരിക്കേണ്ട രീതി, അവര് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. കേവലം 4-5 അല്ലെങ്കിൽ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന അമലുകളാണ് ഹജ്ജിനുള്ളത്. ഹജ്ജിന് അത്രയും ഉള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ചില മാസങ്ങളാണ് ഹജ്ജിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അള്ളാഹു എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഹജ്ജിന്റെ കർമ്മങ്ങൾ നിലനിൽക്കുന്നത് 4-5 ദിവസം മാത്രമാണ്. പക്ഷെ അള്ളാഹു പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ എടുത്തു പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനായി തയ്യാറാകണം. ഓരോ മാസവും നാം തയ്യാറായിക്കൊണ്ടിരിക്കണം. കേവലം പെട്ടെന്നൊരു രാത്രിയിൽ പോയി അവിടെ പോയി ചെയ്യുന്നതല്ല ഹജ്ജ്. അവനവന്റെ മനസ്സൊരുക്കണം. ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന ആളെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലാ റഫസ, അതിന് ഭാഗ്യം കിട്ടുന്ന ആളുകൾ, ഫലാ റഫസ, അവന്റെ നാവിൽ നിന്ന് പിന്നെ ഒരു അശ്ലീലമായ വാക്കുണ്ടാകാൻ പാടില്ല. പ്രവൃത്തിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല, അള്ളാഹു എടുത്തു പറയുകയാണ് ഫലാ റഫസ, ഒരു വാക്കിനാൽ പോലും ഒരു അശ്ലീലത അവന്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവര് മാത്രമാണോ? അവരോട് ദുആ ചെയ്യാൻ നാം പറഞ്ഞു വിടുമ്പോൾ നാമും അതിൽ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. എപ്പോഴും മനസ്സിനെ ശുദ്ധിയാക്കി നടക്കുന്ന ആളുകൾ ഒരിക്കലും അശ്ലീലം പറയരുത്. അവർക്കാണ് ഹജ്ജിന് ഏറ്റവും കബൂലിയത്ത് ഉണ്ടാകുക എന്ന് അള്ളാഹു തന്നെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഫലാ റഫസ, അശ്ലീല വാക്കു പറയരുതെന്ന് വിശുദ്ധ ഖുർആൻ. വലാ ഫുസൂഖ, പാപങ്ങളിൽ അവൻ പിന്നെ ഏർപ്പെടാൻ പാടില്ല. പാപങ്ങളിൽ ഏർപ്പെട്ട് വ്യഭിചാരവും അള്ളാഹു ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും നടത്തിയാണ് ഒരുവൻ ഹജ്ജിന് പോകുന്നത്. പലിശക്കാരനാണ് ഹജ്ജിന് പോകുന്നത്, അള്ളാഹു ആ ഹജ്ജ് സ്വീകരിക്കില്ല. പലിശയുടെ മുതൽ വെച്ചാണ്, പലിശയുടെ സമ്പാദ്യം വെച്ചാണ് ഒരുവൻ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറയ്ക്കൊക്കെ പോകുന്നത് എങ്കിൽ അവന്റെ ഹജ്ജോ ഒരു ഉംറയോ അള്ളാഹു തള്ളിക്കളയും. അവനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ട ആളുകളുടെ ഒന്നും ദുആ സ്വീകരിക്കത്തുമില്ല. വലാ ഫുസൂഖ, ഒരുവൻ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറയ്ക്കൊക്കെയായി നിയ്യത്ത് ചെയ്താൽ, അതിനായി പുറപ്പെട്ടു തുടങ്ങിയാൽ, വലാ ഫുസൂഖ, ഒന്നാമതായി അള്ളാഹു അശ്ലീല വാക്ക് പറയരുത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നു വലാ ഫുസൂഖ, വിശുദ്ധ ഖുർആനാണ്. പാപത്തിൽ പിന്നെ അവൻ ഒരു തിരിഞ്ഞു നോട്ടം ഇല്ലാത്തവനായിരിക്കണം. പിന്നെ അള്ളാഹു പറയുകയാണ് വലാ ജിദാല ഫിൽ ഹജ്ജ്, പിന്നെ ഒരു തർക്കവും പാടില്ല. അവന്റെ ജീവിതത്തിൽ, അവന്റെ മറ്റു മേഖലകളിൽ അവനൊരു തർക്കിക്കാനുള്ള ഒരു നിലപാടും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പോകാനിരിക്കുന്ന സമയത്ത്, പോകാനായി ഒരുപാട് ആളുകൾ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. ചിലപ്പോ ഇലക്ഷന്റെ ഒക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ തർക്കിക്കേണ്ടി വരുന്ന അവസ്ഥകളിലേക്ക് പോകാത്ത വിധമായിരിക്കണം ഈ സമയങ്ങളിലൂടെയൊക്കെ അവർ പ്രത്യേകം കടന്നു പോകേണ്ടത്. അത് ഈ ഹാജിമാരോടുള്ള ഒരു നിലപാട് മാത്രമായിട്ടല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിനായി നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആരും എന്റെ മുന്നിലില്ലല്ലോ. എല്ലാവർക്കും ആ മദീനയും മക്കയും കാണണമെന്ന് ആശയുള്ളവരാണ്. ആ ആശയുള്ളവരെല്ലാം ഈ 3 നിലപാട് എപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കണം. ഒന്ന്, ഫലാ റഫസ, ഒരിക്കലും അശ്ലീല വാക്ക് അവന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. വലാ ഫുസൂഖ, പാപത്തിൽ ഒരിക്കലും മുഴുകാൻ പാടില്ല. വലാ ജിദാല, ഒരിക്കലും തർക്കിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര സുന്ദരമായ
അത്ര ലക്ഷ്യബോധമുള്ള ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹജ്ജ് എന്നുള്ളത്. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഹജ്ജിന്റെ പ്രതിഫലം നമുക്കറിയാം. ഒരുവൻ മബ്റൂറായ ഹജ്ജ് ഒരുവൻ ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗമല്ലാത്ത പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലം വേറെ അവനില്ല. മബ്റൂറായ ഹജ്ജാണെങ്കിൽ മാത്രം. ഇതുപോലെ തർക്കമോ അല്ലെങ്കിൽ പാപമോ അല്ലെങ്കിൽ തർക്കമോ ഒക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ അശ്ലീല വാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവന്റെ ഹജ്ജ് മബ്റൂർ അല്ലാതായി മാറും. മഖ്ബൂലും ആവില്ല, മബ്റൂറും ആവില്ല. അവന് സ്വർഗവും ഒക്കെ ലഭിക്കില്ല. പോകുമ്പോ മാത്രമുള്ള പവിത്രതയല്ല വേണ്ടത്. വരുമ്പോഴും ഞാൻ എങ്ങനെയാണോ ആ ഹജ്ജിന്റെ സമയത്ത് നിലകൊണ്ടത് അതേ ഈമാൻ, അതേ പവിത്രത എന്റെ മനസ്സിൽ സൂക്ഷിക്കുമെന്ന് ഉള്ള ആളുകൾ മാത്രമേ ആ മണ്ണിലേക്ക് പോകാവൂ. പിന്നെ വന്നിട്ട് വേറൊരു മനസ്സ് പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ കുടുംബവും തന്റെ മകനുമെല്ലാം അനുഭവിച്ച വലിയ ത്യാഗത്തിന്റെ വിജയത്തിന്റെ ഒരു സ്മരണയായിട്ടാണ് നാം ഇതൊക്കെ ആചരിക്കുന്നതും ഇതിനൊക്കെ ഇബാദത്തായി കാണുന്നതും. അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇതൊക്കെ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ഒരാളെ എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഒരുപാട് രീതിയിൽ പരീക്ഷിച്ചു. അവരുടെ ആ ത്യാഗത്തിന്റെ ഫലമാണ്, ആ വിജയമാണ് നാം ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ആഘോഷിക്കുന്നതും വാജിബായ കർമ്മമായ ഉദ്ഹിയ്യത്തെല്ലാം നടത്തുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരുപാട് രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരീക്ഷിച്ചു. അവർക്ക് വേണ്ടിയുള്ള ഒരു ഫലമാണ് നാം ഇപ്പോൾ ചെയ്യുന്ന ഈ ബലിപെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹജ്ജും ഈ ഉദ്ഹിയ്യത്തുമെല്ലാം അവരുമായി ബന്ധപ്പെട്ട, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു ഓർത്തെടുപ്പിക്കുകയാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പൊന്നുമോൻ ഉണ്ടാകാതിരുന്നുണ്ടായ കുഞ്ഞാണ്. ഹാജറ ബീവി അലൈഹി സലാമിന് അള്ളാഹു നൽകിയ, ഇബ്രാഹിം നബിയിലൂടെ നൽകിയ കുഞ്ഞാണത്. കൈക്കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും ഒരു ജലമോ അല്ലെങ്കിൽ മറ്റ് ഒരു പുൽച്ചെടിയോ പോലും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വിടാനായി അള്ളാഹു പറഞ്ഞു. അന്ന് മക്കയുടെ അവസ്ഥ അതാണ്. ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല, ഒരു പറവ പോലും വരാത്ത സ്ഥലം, മരുഭൂമി. ആ സ്ഥലത്തിലേക്ക് കൊണ്ട് വിടുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ആ കൈക്കുഞ്ഞിനെയും ഭാര്യ ഹാജറയും കൊണ്ട് വിടുന്നു. തിരിഞ്ഞു നടക്കുകയാണ്. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും മിണ്ടാതെ നടക്കുമ്പോ ഭാര്യയായ ഹാജറ ബീവി ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമാണ്, അല്ലാഹു അമറക, അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? തിരിഞ്ഞു നോക്കാതെ തന്നെ കണ്ണീരിൽ കുതിർന്ന ഒരു മറുപടി, നഅം, അതെ. പിന്നെ ഒരു തിരിച്ചു ചോദ്യമില്ല. അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ അതെ, അള്ളാഹുവിന് ഞങ്ങളെ സംരക്ഷിക്കാൻ അറിയാമെന്ന് മഹദിയായ ഹാജറ ബീവി അലൈഹിസ്സലാം പറയുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോ, ഏറ്റവും കൂടുതൽ ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രമായി, മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഇബാദത്തിന്റെ ഗേഹമായി ആ പ്രദേശത്തെ പിന്നെ അള്ളാഹു മാറ്റി. അള്ളാഹു ആ പരീക്ഷണത്തെ ഏറ്റെടുക്കാൻ തയ്യാറായതിന്റെ പരിണത ഫലമായിട്ട് അള്ളാഹു ആ കുടുംബത്തിന് നൽകിയ വിജയമാണത്. എത്ര ആളുകൾ ഇപ്പൊ പോയി ആ ഹാജറ ബീവി തന്റെ കുഞ്ഞിന് വേണ്ടി ഓടിയതുപോലെ സഅയ് ചെയ്യുകയാണ് സഫയുടെയും മർവയുടെയും ഇടയിൽ. സ്ത്രീകൾ അവിടെ പോകുമ്പോൾ ഓടേണ്ട ആവശ്യമില്ല, പുരുഷന്മാരാണ് ഓടേണ്ടത്. സ്ത്രീകള് അവര് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോയാൽ മതി, അവർക്കവിടെ ഓട്ടമില്ല. കാരണം സ്ത്രീകളെല്ലാം ഓടിയതിന്റെ ഓട്ടമാണ് അന്ന് ഹാജറ ബീവി ഓടിയ ഓട്ടം. ഈ സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഹാജറ ബീവി അന്ന് ഓടിക്കഴിഞ്ഞു. സഫയും മർവയും താണ്ടി 7 തവണ ഓടിയപ്പോഴാണ് തന്റെ കുഞ്ഞു കിടന്ന് കാലിട്ടടിക്കുന്ന ഭാഗത്തു നിന്ന് അള്ളാഹു അടുത്ത വിജയത്തെ നൽകുന്നു. സംസം എന്ന് പറയുന്ന ഒരിക്കലും വറ്റാത്ത ഉറവ, അതിങ്ങനെ ഉറവ പൊട്ടി വളരെ ശക്തിയായി ഒലിക്കുകയാണ്. ഒന്ന് ശമിക്കാനായി ഹാജറ ബീവി പറഞ്ഞു, സംസം, ഒന്ന് നിലച്ചൊഴുകുക. അങ്ങനെയാണ് ആ വെള്ളത്തിന് സംസം എന്ന് പേര് വീഴുന്നത്.
ഇന്ന് അവിടെ പോകുമ്പോൾ 2 റക്അത്ത് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നാം സംസം കുടിക്കണം. ഉംറയ്ക്ക് പോയാലും ഹജ്ജിനെല്ലാം പോയാലും ആ കർമ്മവും നാം നിർവഹിക്കണം. എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു പുണ്യ ഭൂമിയാക്കി ആ ഭൂമിയെ മാറ്റിയതിന്റെ കാരണം ആ കുടുംബത്തിന്റെ ത്യാഗമാണ്. ഒരു കൗമാരക്കാരനെ തന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പൊന്നോമനയായി ഉണ്ടായ കുറെ നാള് കൂടി ഉണ്ടായ ആ മകനെ അറുക്കുവാനായി അള്ളാഹു പറഞ്ഞു. അള്ളാഹു ഉത്തരവിട്ടപ്പോ പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടമില്ല. മകനോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ സ്വപ്നം കാണുകയാണ്, നിന്നെ ഞാൻ ബലി കൊടുക്കുന്നതായി അള്ളാഹുവാണ് എന്നോട് കൽപ്പിച്ചത്. ഓൻ പറഞ്ഞു, വാപ്പ അങ്ങനെ കണ്ടെങ്കിൽ വാപ്പയ്ക്കത് ചെയ്യാം. കേവലം 10 അല്ലെങ്കിൽ 11 8 വയസ്സൊക്കെ ഉള്ള മകനാണ് ഈ പറയുന്നത്. ആ മകന്റെ പേരാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു പ്രവാചകനാക്കി മാറ്റി. ആ ത്യാഗം ഏറ്റെടുക്കാൻ ഒരു കൗമാരക്കാരൻ തയ്യാറാവുകയാണ്. ഏറ്റവും കൂടുതൽ പാപത്തിൽ ഈ കാലഘട്ടത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കൗമാരക്കാർ ഓർക്കണം. ലഹരിക്കും മറ്റ് എല്ലാ ആവശ്യമില്ലാത്ത മോശമായ മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ തരത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അതിനെയൊക്കെ ന്യായീകരിച്ച് എല്ലാ കാര്യങ്ങളിലും അടിമപ്പെട്ടു പോകുന്ന കൗമാരക്കാരും യുവത്വമൊക്കെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ അനുയായികളാണെങ്കിൽ അവരൊക്കെ അതിലേക്ക് അടുക്കുക പോലുമില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ കാലഘട്ടം നമുക്കറിയാം. വാപ്പ ഒന്ന് വരാൻ വിളിച്ചാൽ പോടാ എന്ന് പറയുന്ന കാലഘട്ടമാണ്. എന്നെ അറുക്കുന്നതായി കണ്ടുവെന്ന് പറഞ്ഞ പിതാവിനോട് തിരിച്ച മകന്റെ മറുപടി ശ്രദ്ധേയമാണ്. ലോകാവസാനം വരെ അത് ശ്രദ്ധേയമായിരിക്കും. ഈ ഗ്രന്ഥം ഉള്ളിടത്തോളം കാലം എന്നെ അറുത്തോ വാപ്പ എന്ന് പറഞ്ഞ് മിനാ താഴ്വരയിലേക്ക് ആ കൊച്ചു ബാലനുമായി പോവുകയാണ്. 1 അറുത്തു 2 അറുത്തു മുറിയുന്നില്ല. അള്ളാഹു ആ പരീക്ഷണത്തെ അവർ ഏറ്റെടുത്തത് വളരെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ജിബ്രീൽ മുഖാന്തരം ഒരാടിനെ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. ഇതിനെ അറക്കൂ. ഇതിൽ നിന്നും മറ്റൊരു പാഠമുള്ളത്, ഒരു മൃഗത്തിനും ഒരു മനുഷ്യനേക്കാൾ വിലയില്ല എന്നുള്ളതാണ്. ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആളുകളെ കൊല്ലുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുള്ളപ്പോ ഒരു മൃഗത്തിനും മനുഷ്യനേക്കാൾ വിലയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ ദീനുൽ ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയും ഇസ്മായിൽ നബിയിലൂടെയും പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവജാലങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യന് പ്രകൃതിപരമായ നിലയിൽ മനുഷ്യനുള്ളതാണല്ല. മനുഷ്യൻ കഴിഞ്ഞിട്ട് ഈ വക സൃഷ്ടികളെല്ലാം ഉള്ളൂ. ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി എന്ന് പറയുന്നത് അത് മനുഷ്യർ തന്നെയാണ്. അത് മനസ്സിലാക്കി വേണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ഗമനവും. അള്ളാഹു അത്രമേൽ മനുഷ്യരെ പരിഗണിച്ചു. വല്ലൻഅമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫുഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. ആട് മാട് ഒട്ടകങ്ങളെ എല്ലാം അള്ളാഹു ഇവിടെ തയ്യാറാക്കി മനുഷ്യന് വേണ്ടിയാണ്. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് ഭക്ഷിക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംസ്കാരത്തെ നിലനിർത്താൻ ഇന്നും ഉളഹിയത്ത് എന്ന് പറയുന്ന കർമ്മത്തെ അള്ളാഹു ഈ ദുനിയാവിൽ നിയോഗിച്ചു. അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തു. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും അവര് പോയ സ്ഥലമെല്ലാം ഇപ്പോ ഓരോ ആളുകളും ഹജ്ജിന് പോകുമ്പോഴും ഉംറയ്ക്ക് പോകുമ്പോഴും ഹാജറ ബീവി ഓടിയതുപോലെയുള്ള ഓട്ടം, ഇസ്മായിൽ നബി അറുക്കാനായി പോകുമ്പോൾ ഒരു മൃഗത്തെ ഇറക്കി കൊടുത്തു. ആ സംസ്കാരത്തെ നിലനിർത്തുന്ന ഉളുഹിയത്ത് നടത്തപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞതുപോലെ മിനാ താഴ്വരയിലേക്ക് തന്റെ മകനുമായി പോകുന്ന സന്ദർഭത്തിൽ ശൈത്താൻ പിന്തിരിപ്പിക്കാനായി നോക്കുമ്പോൾ 3 ജംറകളിലെ കല്ലേറ് നമുക്കറിയാം. ജംറത്തുൽ ഊല, ജംറത്തുൽ അഖബ, അങ്ങനെ പല ജംറകളിലുള്ള കല്ലേറ് അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ശൈത്വാനിന് പോലും ഒരു പിന്മാറ്റം ഉണ്ടാക്കാനായി നോക്കുമ്പോൾ, ഇബ്രാഹിം നബിയിൽ നിന്ന് അങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതില്ല. ശൈത്വാനിനെ എറിഞ്ഞോടിക്കുകയാണ് ഇബ്രാഹിം നബി. അങ്ങനെ എറിഞ്ഞോടിക്കണം. ഏത് ലഹരിയിലേക്കും ഏത് തിന്മയിലേക്കും നമ്മുടെ നഫ്സോ അല്ലെങ്കിൽ ശൈത്വാനോ ക്ഷണിക്കുമ്പോ അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട് എന്ന് പറയുന്നത്. അതില്ലാത്തവൻ മുസ്ലിം അല്ല. പേര് കൊണ്ട് വേണമെങ്കിൽ അവന് മുസ്ലിം എന്ന് വിധി എഴുതാം, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയാം.
യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിമായി മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് വിട്ടുള്ള ഒരു ജീവിതം അവൻ ഒരിക്കലും പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം, ഞാനിപ്പോ ഓരോന്നായി എണ്ണി പറഞ്ഞു. മക്കയിൽ പോകുമ്പോ അങ്ങനെ കൊണ്ടുവിടുന്ന നാടിനെ ഏറ്റവും വലിയ നാടാക്കി അള്ളാഹു മാറ്റി. അള്ളാഹു അവർക്ക് കൊടുത്ത വെള്ളത്തെ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഒരു വെള്ളത്തിന്റെ കടത്തിൽ അള്ളാഹു പെടുത്തി, സംസം വെള്ളത്തെ. അവർ ചെയ്ത ഇബാദത്തിനെല്ലാം അള്ളാഹു ഇപ്പോഴും ഇബാദത്തായി നിലനിർത്തി. അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ്. അത് ഹജ്ജ് ചെയ്യുന്നതിൽ സംസ്കാരം, അവർ ചെയ്ത സംസ്കാരത്തിൽ നാം ഇപ്പോൾ ചെയ്യുന്നത് ഒന്നുമല്ല. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് ആമിനയുടെ മുത്തുമോൻ, അബ്ദുള്ളയുടെ പൊന്നുമോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരമ്പരയിൽ മുഹമ്മദ് നബിയെ കൊണ്ടുവന്നതാണ് അവർക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം. ഇതുപോലെ അവർ വിജയിക്കാൻ നാളെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ആൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാമത് പ്രവാചകന്മാരൊക്കെയാണ്. പിന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ആദ്യമായി കടക്കുന്നത് സഹാബത്താണ്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവരൊക്കെ ഹജ്ജിന് പോയി അവരെ അമൽ അവിടെ ചെയ്യുമ്പോൾ നാം ഇവിടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അവിടേക്ക് പോകാനായി മനസ്സുകളെ തയ്യാറാക്കുക. തയ്യാറാകാത്ത ഒരു മനസ്സിനെ അള്ളാഹു തിരഞ്ഞെടുക്കില്ല. അൽ ഹുജ്ജാജു വഫദുല്ലാ, നാം ഒരു അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ്, നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഈ ഒരു സംഘത്തെ ആ മണ്ണിലേക്ക് വിടുന്നത്. നാം പലരെയും യാത്രയാക്കി. അവരോടൊക്കെ നാം ഓരോ കാര്യം ദുആ കൊണ്ട് രഹസ്യമായും പരസ്യമായും നാം വസിയത്ത് ചെയ്തവരുമാണ്. ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സ്വീകരിക്കാൻ അള്ളാഹു അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അറഫയിൽ അവർ ഒരുമിച്ച് കൂടും. കേവലം ദിവസങ്ങൾ മാത്രമുള്ളൂ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭൂമിയിലെ ദിവസമാണ് അറഫ. ആ അറഫയിൽ നാമും സമ്മേളിക്കണം. അത് വിദൂരമായി പോകാൻ പാടില്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുക, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഉള്ള ആളുകൾക്ക് അള്ളാഹു തന്നെ നിർബന്ധമാക്കിയ വാജിബായ, ഹനഫി മദ്ഹബിൽ വാജിബായ ഒരു കർമ്മമാണ് ഉളഹിയത്ത് എന്നത്. മൻ വജദ സഅതൻ ഫലം യുളഹി, ഒരുവന് എല്ലാ വിശാലതയും സമ്പത്തിലുണ്ട്, അവൻ ഉളഹിയത്ത് മേടിക്കാം. പക്ഷേ ഫലം യുളഹി, അവൻ അങ്ങനെ ഉളഹിയത്ത് കൊടുക്കുന്നില്ല, അവൻ അറക്കുന്നില്ല എങ്കിൽ ഫലാ യഖുർബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിൽ, നമ്മുടെ പള്ളിയിലേക്ക് അടുക്കരുതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുക്കാൻ പാടില്ല. നിന്റെ നെറ്റിത്തടത്തിന്റെ പുനിയൻ അള്ളാഹുവിന് വേണ്ട. ഒരുവന് വിശാലത സമ്പത്തിനുണ്ട്, അവന് മേടിക്കാൻ അല്ലെങ്കിൽ ഷെയർ കൊടുക്കാനുള്ള അവസ്ഥ അവന്റെ ജീവിത മാർഗത്തിൽ, അവന്റെ ജീവിതത്തിന്റെ തേട്ടത്തിലുണ്ട് എങ്കിൽ അവൻ കൊടുത്തിരിക്കുക തന്നെ വേണം. എന്നിട്ട് ആ ഹദീസിനെ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് അവസാനിപ്പിക്കുന്നു, അങ്ങനെ കൊടുക്കാത്ത ഒരുവൻ അവൻ ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ മറ്റു നസ്രാനിയായിട്ടോ യഹൂദിയായിട്ടോ മരിച്ചു പോകട്ടെ, മുസ്ലിം ആയിട്ടല്ല അവൻ മരിച്ചു പോകുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ വിശാലതയുള്ള ആളുകൾ അത് ചെയ്തില്ല എങ്കിൽ അള്ളാഹു അവരെ പരിഗണിക്കില്ല. ഓരോ രോമത്തിനും ഓരോ പ്രതിഫലമാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. അതല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഉദയത്തിന് വേണ്ടിയുള്ള ആ ഉരുവിനെ പോയി നോക്കുമ്പോൾ നല്ല രോമമുള്ളത് വാങ്ങണം. കാരണം ഓരോ രോമത്തിനും ഓരോ കൂലി ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോൾ ഒരു ന്യൂനതയും പാടില്ല. കാരണം ന്യൂനതയുള്ളത് നാളെ നമ്മുടെ സ്വർഗത്തിലെ വാഹനമായിട്ട് അള്ളാഹു കൊണ്ടുവരും. നമുക്ക് വേണ്ടി ശുപാർശയ്ക്കായി അത് വരും. അപ്പോൾ ഒരു ന്യൂനതയും അതിൽ പാടില്ല. എന്റെ ജീവനാണ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ നോക്കണം. ഞാൻ കൊടുക്കുന്നത് എന്റെ ജീവനെയാണ്, എന്റെ മകനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ മേടിച്ച് വളർത്താൻ പറയുന്നത്. അതിനെ കൊടുക്കുമ്പോൾ തന്റെ മകനെയാണ് ബലി കൊടുത്തത്. അതുപോലെ തന്നെ അള്ളാഹു നിർബന്ധമാക്കുമ്പോൾ ഈ മൃഗത്തെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്റെ മകനെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള ചിന്തയിൽ കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു കച്ചവടക്കാരന്റെ അടുക്കൽ പോയി പൈസ ഉറപ്പിച്ചു വെച്ച് തലേ ദിവസം ആളുകളെ കാണിച്ച് പ്രദർശനം നടത്തിയിട്ട് കൊണ്ട് കൊടുക്കുന്നതല്ല. പിറ്റേ ദിവസം ഏതൊക്കെ ഒരു അറവുകാരനെ കൊണ്ടുവന്ന് അറുക്കുന്നതിലല്ല കാര്യം. നിനക്കറുക്കാൻ പറ്റുമെങ്കിൽ നീ തന്നെ അറുക്കണം. നീ അതിന്റെ അവിടെ ഹാജരാകണം. ഹബീബായ തങ്ങള് 2 കൊമ്പുള്ള 2 ആടിനെ കൊണ്ടുവന്നു. എന്നിട്ടോ ആയിഷയോട് പറഞ്ഞു കത്തിയെടുക്കുക. കത്തിയെടുത്തപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ കത്തി കൊണ്ട് നബി തങ്ങൾ തന്നെ അറുത്തു എന്നാണ് ഹദീസിൽ കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 എന്നൊക്കെ പറയുന്നത് വളരെ ശ്രേഷ്ഠമുള്ള ദിവസങ്ങളാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളെ പരിഗണിക്കുക. ഉദുഹിയത്തിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല. ഷെയർ കൂടാൻ പറ്റുന്നവർ അങ്ങനെ കൂടുക, ഒരു ഒഴിവിനെ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. ഈ അമലിൽ നിന്ന് ആരും വിട്ടുപിരിയാതെ നാളെ എനിക്കിത് ഏറ്റവും വലിയ ഖൈറായി വരും. പിന്നെ ഉദുഹിയത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദുനിയാവിലെ എല്ലാ ഷർറുകളെ തൊട്ടും ആ കർമ്മം നിങ്ങളെ അകറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ അമലിൽ എല്ലാവരും ബോധവാന്മാരായ നിലയിൽ നിലകൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഗുരുവിനെ മേടിക്കാനായി താല്പര്യപ്പെടുന്ന ആളുകൾ അതിന്റെ വയസ്സ് എന്ന് പറയുന്നത് മാടാണെങ്കിൽ 2 വയസ്സാണ്. നമ്മളിവിടെ ഉള്ളത് സാധാരണ കോലാടാണ്, അതിനും 2 വയസ്സാണ് നമ്മുടെ നിയമത്തിൽ, ശരീഅത്ത് നിയമത്തിൽ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ന്യൂനതയില്ലാത്തതിനെയും ഈ 2 വയസ്സ് പൂർണ്ണമായതിനെയൊക്കെ എല്ലാവരും മേടിക്കാനായി നിർബന്ധമായും ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു.